എനിക്ക് നല്ലൊരു ചെറുപ്പക്കാരൻ മെസ്സേജ് ചെയ്തു, ബാംഗ്ലൂരിൽ നിന്നാണ്. അദ്ദേഹം ഒരു പാർട്ട്ണറിൽ, സ്വന്തം ഒരു സുഹൃത്തിനെ ചേർത്ത് കൊണ്ടുള്ള ഒരു പാർട്ട്ണർ ബിസിനസ്സാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവനാണ് എനിക്ക് മെസ്സേജ് ചെയ്തത്. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഉസ്താദ് എനിക്ക് ജോലിയില്ലാതെ ഞാൻ വീട്ടിലാണ്. ഞാനും എൻ്റെ ആ സുഹൃത്തും ഒന്നിച്ച് ബാംഗ്ലൂരിൽ ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്ത് കച്ചവടം തുടങ്ങിയ ആളാണ്. വരുമാനം കുറച്ച് കൂടുന്നത് കണ്ടപ്പോൾ ഉസ്താദ് എന്നെ ചതിച്ച് എങ്ങനെയെങ്കിലും ആ ഷോപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ഇപ്പം ഞാൻ ആകെ തളർന്ന് വീട്ടിലിങ്ങനെ കിടക്കുകയാണ് ഉസ്താദ്. ഒരു ജോലിയില്ല, ശരീരത്തിന് ആകെ അസ്വസ്ഥത പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് സംഭവം ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കണേ. എന്നെ ആ ഷോപ്പിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവൻ ചെയ്തൊരു പണിയുണ്ടല്ലോ, കൂടോത്തരമാണ്. സിഹിർ ചെയ്ത് എങ്ങനെയെങ്കിലും അവൻ ആ ഷോപ്പിൽ നിന്ന് തട്ടി മാറ്റണമെന്ന് ശ്രമിച്ച ആളാണ്. ആര്? സ്വന്തം കൂടപ്പിറപ്പികളെ പോലെ കണ്ടറിഞ്ഞ ആ സുഹൃത്തു. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളിലും നാം അറിയാത്ത വിധത്തിലുള്ള വിഷജന്തുക്കളായ ചില പാമ്പിനേക്കാൾ കൂടുതൽ വിഷമുള്ള ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം ഇതുപോലത്തെ ഓരോ ഗതികേടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ നാം കണ്ടറിഞ്ഞ് അവരുടെ സ്വഭാവം മനസ്സിലാക്കി മാറി നിന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഹാപ്പിയായി പോകാൻ കഴിയും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ജീവിതം കൊണ്ട് അനുഭവിച്ചു തീരേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഷങ്ങളെക്കാൾ, അതിനേക്കാൾ മൂത്തതായ നിലക്ക് വിഷജന്തുക്കളായ ചില സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ.